വാർത്തയിലേക്ക്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ഹർജി കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയും തള്ളി. PP ദിവ്യക്കെതിരായ കേസ് തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. പ്രവീൺ സുനിൽ ഐസക് വിശദാംശിക്കുന്നാലും സുനിൽ, ഈ കേസിൽ എന്താണ് ഇന്ന് കോടതിക്കകത്ത് സംഭവിച്ചത്? നിലവിൽ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് ഉള്ളത് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പരിധിയിലാണ്. പക്ഷേ അത് ആ കേസ് ഇനി വരേണ്ടത്, അതിന്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് വരേണ്ടത് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയുടെ പരിധിയിലാണ്. അതുകൊണ്ട് അത് ജില്ലാ സെഷൻസ് കോടതിയുടെ പരിധിയിലേക്ക് മാറ്റിയാൽ മാത്രമേ മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കാനും കഴിയും. അതുകൊണ്ട് PP ദിവ്യയുടെ അഭിഭാഷകൻ കേസ് അവിടേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചിരുന്നു. ആ ഹർജിയിൽ തീരുമാനമാകുന്നതിന് തൊട്ടു മുമ്പാണ് കുടുംബം ഈ കേസ് വീണ്ടും തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നത്. അതായത് പോലീസിന്റെ കുറ്റപത്രം അശാസ്ത്രീയമാണ്, അതിൽ കൃത്യമായ തെളിവ്, പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട്, വകുപ്പുകളുണ്ട്. അതുകൊണ്ട് മാത്രമല്ല ഈ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിൽ വീണ്ടും തുടരന്വേഷണം എന്നൊരു ആവശ്യം കുടുംബം മുന്നോട്ട് വെച്ചത്. അതിൽ പോലീസിനോട് റിപ്പോർട്ട് തേടി കോടതി ആദ്യം. പക്ഷെ അപ്പോ ഏതെങ്കിലും തരത്തിൽ തുടരന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. മാത്രമല്ല ഇരു കൂട്ടരുടെയും വാദം കേട്ടു. കുടുംബത്തിന്റെയും ഒപ്പം നവീൻ ബാബുവിന്റെ കുടുംബ അഭിഭാഷകന്റെ വാദവും ഒപ്പം PP ദിവ്യയുടെ അഭിഭാഷകന്റെ വാദവും കോടതി കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു. അതിനുശേഷം അതിൽ വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും കോടതി ആവശ്യം തള്ളിയിരിക്കുന്നു. നേരത്തെ നമുക്കറിയാം ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഈ തുടരന്വേഷണം എന്ന ആവശ്യം തള്ളിയതാണ്. പിന്നാലെയാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് വീണ്ടും അതേ കോടതിയിൽ തന്നെ തുടരന്വേഷണം എന്ന ആവശ്യവുമായി കുടുംബം എത്തുന്നത്. എന്തായാലും ആ ആവശ്യവും കോടതി തള്ളിയിരിക്കുന്നു. കേസിന്റെ മറ്റ് നടപടിക്രമങ്ങൾ ഇനി തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിലായിരിക്കും നടക്കുക. അതായത് കേസ് അവിടേക്ക് മാറ്റുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ കേസിൽ ഈ കുറ്റപത്രം കാട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് PP ദിവ്യ ഹൈക്കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട്. ഈ തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഇനി എങ്ങനെയായിരിക്കും ഈ കേസിന്റെ വാദം തുടരുക? ഇനിയിപ്പോൾ ഈ കുടുംബത്തിന് എന്തെങ്കിലും മറ്റെന്തെങ്കിലും ചെയ്യാനുണ്ടോ ഈ വിഷയത്തിൽ? കുടുംബത്തിനെ ഒരുപക്ഷെ നിയമപരമായി എനിക്ക് തോന്നുന്നത് സെഷൻസിനെ സമീപിക്കാം, അതല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാം. അത്തരം കാര്യങ്ങളുണ്ട്. അത്തരം നടപടികളിലേക്ക് അവർ പോകുമോ എന്നറിയില്ല. നേരത്തെ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അവര് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചാണ്. ഈ രണ്ട് കോടതികളും ഇവരുടെ ആവശ്യം തള്ളിക്കളയുകയും ചെയ്തതാണ് ഈ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് വീണ്ടും അവിടേക്ക് തന്നെ പോകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷെ എന്തായാലും ഈ കുറ്റപത്രം കാൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് PP ദിവ്യ കോടതിയെ സമീപിക്കുന്നുണ്ട്. അത് ഈ ആഴ്ച തന്നെ ഉണ്ടാവും. അത് ജില്ലാ സെഷൻസ് കോടതിയാണോ ഹൈക്കോടതിയാണോ എന്ന കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനമായിട്ടില്ല. എന്തായാലും ഈ ആഴ്ച തന്നെ ദിവ്യ അത്തരം ഒരു ആവശ്യവുമായി കോടതിയെ സമീപിക്കും.